സ്വാഗതം ടോപ് 10ലേക്ക്. പറഞ്ഞതിലുറച്ച അടൂർ ഗോപാലകൃഷ്ണനും പറഞ്ഞത് തന്റെ ആത്മസഹോദരങ്ങൾക്ക് വേണ്ടിയാണെന്ന് പുഷ്പവതിയും ആവർത്തിക്കുമ്പോൾ വിവാദം തീരുന്നില്ല. ജൈനമ്മ തിരോധാന കേസിലും ധർമ്മസ്ഥലയിലെ പരിശോധനയിലും ഇന്ന് കിട്ടിയത് നിർണായക വിവരങ്ങൾ. പരിഹാരമില്ലാതെ തുടരുന്ന സർവകലാശാല പ്രതിസന്ധിയും ഓവൽ ടെസ്റ്റ് ജയിച്ച് പരമ്പര സമനിലയിലാക്കിയ ഇന്ത്യൻ വിജയവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകാത്ത സാന്ദ്ര തോമസും ഒക്കെയായി വാർത്തകളാൽ സമ്പന്നമായൊരു ദിനം. സമഗ്രമായി നോക്കാം. ആദ്യം ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച അടൂർ ഗോപാലകൃഷ്ണൻ അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന മന്ത്രി ആർ ബിന്ദുവിന് വിമർശനം. പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്നും അനുഭവം കൊണ്ട് ഏറെ പഠിച്ചവരാണ് തങ്ങളെന്നും പുഷ്പവതി. അടൂരിന്റെ പരാമർശം വളച്ചൊടിച്ചെന്ന മന്ത്രി വി എൻ വാസവൻ. കേരള സർവകലാശാല ജീവനക്കാരുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ VC. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെന്ന് വിമർശനം. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളെന്ന് മോഹനൻ കുന്നുമ്മൽ. പ്രശ്നപരിഹാരത്തിന് ഇരു കൂട്ടർക്കും താൽപര്യമില്ല എന്ന് ഹൈക്കോടതി. ജൈനമ്മ തിരോധാന കേസിൽ ചേർത്തല സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വീടിന്റെ തറ പൊളിച്ചും കുളത്തിലും പരിശോധന. അന്വേഷണത്തോട് സഹകരിക്കാതെ സെബാസ്റ്റ്യൻ. ഗാൽവാൻ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിൽ സുപ്രീം കോടതിയുടെ വിമർശനം. ഇന്ത്യയുടെ ഭാഗം ചൈനയ്ക്ക് അടിയറവ് വെച്ചെന്ന റിപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് കോടതി. രാഹുൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണോ എന്നും ചോദ്യം. വിചാരണ നടപടികൾക്ക് 3 ആഴ്ചത്തേക്ക് സ്റ്റേ. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എറണാകുളം മൂത്തക്കുന്നം സത്താർ ഐലൻഡിലെ കുടുംബങ്ങൾ. ദ്വീപിലേക്കുള്ള ഏക നടപ്പാലം തകർന്നു വീഴാറായ നിലയിൽ. ഉപ്പുവെള്ളം കയറി വീടുകളും നശിച്ചു. സത്താർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ. ടോപ് 10 സ്പെഷ്യൽ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 3 ദിവസം അതിശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. ധർമ്മസ്ഥലയിൽ വനമേഖലയിലെ പരിശോധനയ്ക്കിടെ കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി. പരിശോധന ഊർജിതമാക്കി SIT. ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടെന്ന് നിഗമനം. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 6 റൺസിന്. മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റും പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് 4 വിക്കറ്റും. ജയത്തോടെ പരമ്പര സമനിലയിൽ. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് ഇല്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വാക്പോര്. പത്രിക തള്ളിയത് 3 സിനിമകൾ നിർമ്മിക്കണമെന്ന മാനദണ്ഡം പാലിക്കാത്തതിനാൽ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസ്. സിനിമാ കോൺക്ലേവിലെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും അവഹേളിച്ചിട്ടില്ല എന്നും അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. പരിശീലനം ലഭിക്കാതെയാണ് പലരും സിനിമ എടുക്കുന്നതെന്നും 1.5 കോടി രൂപയുടെ ആവശ്യമില്ല എന്നും അടൂർ ആവർത്തിച്ചു. അതിനിടെ ദളിത് വിഭാഗക്കാരെ അവഹേളിച്ചു എന്നാരോപിച്ച് അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി നൽകി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ സർക്കാർ ഗ്രാന്റ് നൽകുന്നതിന് മുമ്പ് വേണ്ടത്ര പരിശീലനം നൽകണമെന്നും ഒരാൾക്ക് 1.5 കോടി രൂപയുടെ ആവശ്യമില്ലെന്നും അത് 3 പേർക്കായി വീതിച്ചു നൽകണമെന്നുമായിരുന്നു അടൂർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ അവഹേളിച്ചുവെന്ന് കാട്ടി വേദിയിൽ നിന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. വിമർശിച്ചും ന്യായീകരിച്ചും വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനം ഉയരുമ്പോഴാണ് തന്റെ പ്രസ്താവനയിൽ കൂടുതൽ വ്യക്തത വരുത്തി അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്ത് വരുന്നത്. ഞാൻ ആരെയും സ്ത്രീകളെയും ദളിതരെയും മാത്രമല്ല, ഞാൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ അവർ കൊടുക്കുന്നത് ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മാത്രം ട്രെയിനിങ് വേണമെന്നല്ല പറഞ്ഞത്. ആർക്കും വേണം ട്രെയിനിങ്. സിനിമ പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിന് പണം നൽകുന്നത് പൊതുമുതലാണ് ഉപയോഗിച്ച് ഈ സഹായം ചെയ്യുന്നത്.
അത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സംഗതിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. ഇവർക്ക് ഈ സിനിമയുടെ ഭാഷ കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടാണ് അവരിതിനെപ്പറ്റി പ്രയോഗിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട്, കുറച്ച് പരിചയമുള്ള ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ച് നിർത്തിയിട്ട് അയാളായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ക്യാമറാമാനായിരിക്കും ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ വരരുത്. അവർക്ക് നിർദ്ദേശം കൊടുക്കാനും അതിനെപ്പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് സ്വന്തമായിട്ടുണ്ടായിരിക്കുകയും ചെയ്യാൻ ഈഗോയുള്ളൊരു പരിശീലനം അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. ഇതിനിടെ ദളിത് വിഭാഗത്തെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ചു അടൂർ ഗോപാലകൃഷ്ണനെതിരെ സാമൂഹ്യ പ്രവർത്തകൻ ദിനുവയിൽ പരാതി നൽകി. SC/ST ആക്ട് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസിനാണ് പരാതി നൽകിയത്. പ്രസ്താവനയിലൂടെ അടൂർ SC/ST വിഭാഗക്കാരെ കുറ്റവാളികളും അഴിമതിക്കാരുമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. SC/ST കമ്മീഷനിൽ നൽകിയ പരാതിയിൽ പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രി ആർ ബിന്ദുവിനെതിരെ ആഞ്ഞടിച്ച അടൂർ ഗോപാലകൃഷ്ണൻ. അറിവില്ലായ്മയും വിവരക്കേടും അനുഗ്രഹമായവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മന്ത്രിമാരായാലും അറിവില്ലാത്ത വിഷയത്തിൽ പ്രതികരിക്കരുതെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് അടൂർ ഗോപാലകൃഷ്ണന് ഹൃദയവിശാലത ഉണ്ടാകണമെന്നും മനുഷ്യനാകണമെന്നും ആർ ബിന്ദു വിമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് അടൂർ രംഗത്ത് വന്നത്. അമൃത വാർത്തകളോടായിരുന്നു അടൂരിന്റെ പ്രതികരണം. അതിന് ഹൃദയവിശാലതയില്ല എന്നൊക്കെ ഒരു മന്ത്രിയൊക്കെ പറയാന്ന് വെച്ചാൽ മന്ത്രി എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? മന്ത്രിയുടെ രംഗമാണോ ഇത് പറയാൻ? മന്ത്രിക്ക് എന്തറിയാം ഇതിനെപ്പറ്റി? അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണ്, അത്രേ ഉള്ളൂ, വേറെ പറയാനില്ല. സിനിമാ കോൺക്ലേവിലെ സമാപന വേദിയിൽ താൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയും ഗായികയുമായ പുഷ്പവതിക്കെതിരെയും അടൂർ രംഗത്ത് വന്നു. പുഷ്പവതിക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. പാട്ടുപാടുന്നവർ സിനിമയുടെ അനിവാര്യ ഘടകമല്ല. കോൺക്ലേവിൽ എങ്ങനെ ഇവർ പങ്കെടുത്തു എന്നത് അതിശയമാണെന്നും അടൂർ ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. യാതൊരു ബന്ധവുമില്ല. അവർ സിനിമ പാട്ട് പാടിയെന്നാണ് ഇവിടെ ആരൊക്കെ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. സിനിമയുടെ ഒരു അനിവാര്യ ഘടകമൊന്നുമല്ല പാട്ട് പാടുന്നത്. എൻ്റെ സിനിമാ സങ്കല്പത്തിൽ അവരാരും വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഈ സിനിമ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ അതിശയം എനിക്ക്. എന്നിട്ട് അവിടുന്ന് ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാടി എണ്ണിട്ട് ഒരു കീറിയ ശബ്ദത്തിൽ അങ്ങോട്ട് ഉറക്കെ. ഞാൻ അപ്പം ചോദിച്ചു, ആരാ ഇവിടെ സംസാരിക്കുന്നത്, വെള്ളം ഉണ്ടാക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഓഡിയൻസിൽ പറഞ്ഞു, സാർ തുടർന്നാട്ട് അവിടെ നമുക്ക് അവരെ ഇരുത്താമെന്ന് പറഞ്ഞു. ഓഡിയൻസ് അവരെ പറഞ്ഞിരുത്തി, അതാണ് ചെയ്തത്. അതിനിടെ അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പ്രസ്താവനയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്നും പ്രതികരണങ്ങളുണ്ടായി. പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്നും അനുഭവം കൊണ്ടേറെ പഠിച്ചവരാണ് തങ്ങളെന്നും അടൂറിന് മറുപടിയുമായി സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി രംഗത്തെത്തി. വിവിധ രാഷ്ട്രീയ നേതാക്കളും പ്രതികരണങ്ങളുമായി എത്തി. സിനിമാ കോൺക്ലേവിനിടെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അടൂറിന് നൽകിയത് താൻ കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ മറുപടിയാണെന്ന് സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷ പുഷ്പവതി ഇന്ന് പ്രതികരിച്ചു. ഈ ഒരു പരാമർശം അരികുവൽക്കരിക്കപ്പെട്ടുള്ള ഒരു സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് അപ്പോൾ തന്നെ അത് പ്രതികരിച്ചത്. ഇപ്പം നമ്മളെ പഠിപ്പിക്കാനൊന്നും വരണ്ട ആരും. നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചവരാ, അനുഭവങ്ങളെ കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ അഭ്രപാളികളിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സിനിമ നിർമ്മിക്കുക പണച്ചിലവേറിയ പ്രക്രിയയാണെന്നും സ്ത്രീകൾക്കും പട്ടികജാതി വിഭാഗങ്ങളിലുള്ളവർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് സർക്കാർ നൽകുന്നതിൽ തെറ്റില്ല എന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. അടൂർ ഗോപാലകൃഷ്ണനൊപ്പമായിരുന്നു മന്ത്രി VN വാസവനും MLA മുകേഷും. അദ്ദേഹം പറഞ്ഞതിൽ ദുരുദ്ദേശമില്ലെന്നും വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കിയതാണെന്നും മന്ത്രി പ്രതികരിച്ചു. അടൂർ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ് ചോദിച്ചു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ 3
മാസം അവരെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് സിനിമ നിർമ്മിക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നന്നാവും. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ വേണമെന്നില്ല, കപ്പാസിറ്റിയിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അടൂർ ഗോപാലകൃഷ്ണന്റേത് ഒഴിവാക്കപ്പെടേണ്ട പരാമർശമായിരുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സ്പീക്കർ എ.എൻ. ഷംസീറും പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുന്നതിനുള്ള ഒരു യാതൊരു തരത്തിലുള്ള കുറവും അവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ച് കഴിഞ്ഞാണ് എന്താണ് അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ അതിനൊന്നും എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. പട്ടികജാതി പട്ടികവർഗ ചലച്ചിത്ര പ്രവർത്തകരെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് KPMS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം വീടിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലങ്കോട് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധിക്ഷേപ പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി നൽകിയതായും നേതാക്കൾ അറിയിച്ചു. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വിളിച്ച ജീവനക്കാരുടെ യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്നും അവർ പറയുന്നത് ജീവനക്കാർ അനുസരിക്കേണ്ട എന്നും VC പറഞ്ഞു. രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ച യോഗത്തിൽ നിന്ന് CPM അനുകൂല സംഘടനാ ജീവനക്കാർ വിട്ടുനിന്നു. അതിനിടെ വൈസ് ചാൻസലറുടെ കടുംപിടുത്തം മൂലം NCC, NSS ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചേരേണ്ട സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി യോഗവും മാറ്റിവെച്ചു. സിൻഡിക്കേറ്റ് ഹാളിന്റെ താക്കോൽ VC പിടിച്ചുവെച്ചതാണ് യോഗം മുടങ്ങാൻ കാരണമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആരോപണം. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ശുപാർശ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് പരമാധികാരമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെയുള്ള നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് കോടതി പരാമർശം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുവാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ചോദ്യം. സിൻഡിക്കേറ്റിന്റെ അംഗീകാരമില്ലാതെ രജിസ്ട്രാർ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്താൽ നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്നാൽ ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് വൈസ് ചാൻസലർ ഈ കാര്യം ചെയ്തതെങ്കിൽ ഹൈക്കോടതിയുടെ ഈ ചോദ്യം അപ്രസക്തമാണ്. ചാൻസലർക്കാണ് ഈ കാര്യത്തിൽ പരമാധികാരം. ഏതായാലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെയുള്ള ഒരു ഹർജി സസ്പെൻഡ് ചെയ്യപ്പെട്ട അനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കോടതി ഇടക്കാല ഉത്തരവ് നൽകിയില്ല എങ്കിലും ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങളാണ് കോടതി ഉന്നയിച്ചത്. ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് വൈസ് ചാൻസലർ പ്രവർത്തിച്ചതെങ്കിൽ ഈ കാര്യം ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിയമപ്രശ്നം മാത്രമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. ജൈനമ്മ തിരോധാന കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ അടക്കമുള്ള തെളിവുകൾ കിട്ടിയത്. കിട്ടിയ തെളിവുകളിൽ DNA പരിശോധന നടത്തും. കേസുമായി പ്രതി സഹകരിക്കുന്നില്ല എന്ന് പോലീസ് അറിയിച്ചു. ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഹൈറുമ എന്ന ഐഷ, ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ എന്നീ സ്ത്രീകളുടെ തിരോധാനത്തിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലായത്. കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്തായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലായത്. ജൈനമ്മയുടേതെന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് സമീപത്തു നിന്നാണ് ഇന്ന് നടന്ന തെരച്ചിലിലും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, കൊന്ത, ലേഡീസ് ബാഗ് എന്നിവയും ലഭിച്ചു. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന കെഡാവർ നായയുടെ സഹായവും സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് അന്വേഷണം നടന്നത്. എന്നാൽ അന്വേഷണവുമായി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നത് അന്വേഷണ സംഘത്തെ ഏറെ വലയ്ക്കുന്നുണ്ട്. അതേസമയം വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവണമെന്നാണ് ബിന്ദു തിരോധാന കേസ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സെബാസ്റ്റ്യനുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ബിന്ദു പത്മനാഭൻ, ഐഷ, ഏറ്റവും അവസാനത്തെ ജൈനമ്മ,
ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. ആലപ്പുഴയിൽ ബിന്ദു പത്മനാഭൻ്റെ അന്വേഷണം നടക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ടീമാണ്. അപ്പോൾ ഇതിനൊരു ഏകീകരണ സ്വഭാവം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയുമ്പോൾ മാത്രമേ കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾ ഉണ്ടാകൂ. കാണാതായ ഐഷയുടെയും ജൈനമ്മയുടെയും അടുത്ത ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ഇതിനായി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണെന്ന സംശയം ശക്തമാണ്. കാണാതായ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത് സാധൂകരിക്കാൻ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ആവശ്യമാണ്. അതിനാൽ തന്നെ ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റ് 2 കേസിലെയും സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. ഇന്ത്യയുടെ ഭാഗമായ 2000 ചതുരശ്ര കിലോമീറ്റർ ചൈനയ്ക്ക് അടിയറ വെച്ചുവെന്ന പരാമർശത്തിലാണ് സുപ്രീം കോടതിയുടെ താക്കീത്. ചില ചോദ്യങ്ങളും രാഹുൽ ഗാന്ധിയോട് കോടതി ചോദിച്ചു. ഭാരത് ജോഡോ യാത്രക്കിടെയാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശങ്ങൾ നടത്തിയത്. 2020 ജൂണിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങളെയും 20 ഇന്ത്യൻ സൈനികരുടെ മരണത്തെയും കുറിച്ചായിരുന്നു രാഹുലിന്റെ പരാമർശങ്ങൾ. 2000 ചതുരശ്ര കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും പറഞ്ഞു. അപകീർത്തിക്ക് ശ്രദ്ധാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചത്. രാഹുലിനെതിരെയുള്ള അപകീർത്തി കേസ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനൊപ്പമായിരുന്നു കോടതിയുടെ താക്കീത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് AG മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം ലഭിച്ചത്? എന്തുകൊണ്ടാണ് ഈ വിവരം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്നതെന്നും സുപ്രീം കോടതി ചോദിച്ചു. അതിർത്തി സംഘർഷങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തരുതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള അനുവാദമല്ലെന്നും വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എറണാകുളം മൂത്തകുന്നം സത്താർ ഐലൻഡ് നിവാസികൾ. ദ്വീപിലേക്കുള്ള ഏക നടപ്പാലം തകർന്നു വീഴാറായ നിലയിലാണ്. ഉപ്പുവെള്ളം കയറി വീടുകളും നശിച്ചു. സുനാമിയും പ്രളയവും തകർത്ത ദ്വീപിലേക്ക് വേണ്ടത്ര സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സത്താർ ദ്വീപ്. ടോപ് 10 സ്പെഷ്യൽ. കായലിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് സത്താർ ഐലൻഡ്. പ്രകൃതി രമണീയമായ പ്രദേശം. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് അത്ര നിറം പോരാ. ദ്വീപിലേക്കെത്താൻ ഏക വഴി ഈ നടപ്പാലമാണ്. 30 വർഷം പഴക്കമുള്ള പാലം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലും. ഈ മനസ്സിൽ തീയാണ്. ഇപ്പം ഈ മക്കള് ജോലിക്ക് പോണ്. അവർ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഈ പാലം ഇടിഞ്ഞു വീഴാറായി. അവർ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഈ പാലം ഇടിഞ്ഞു വീണ അവർ അറിയോ, ഓടി വന്ന് വണ്ടി അങ്ങോട്ട് കയറ്റും, അവിടെ വെള്ളത്തിൽ കിടക്കും. പാലം കടന്നു ചെന്നാൽ കാണുന്നത് വർഷങ്ങളായി ദുരിതം പേറി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെയാണ്. മഴക്കാലത്ത് വെള്ളപ്പൊക്കം, അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ ഊരുവെള്ളം കയറുന്നതിനാലും വർഷം മുഴുവൻ വെള്ളത്തിലാണ് ദ്വീപ്. ഏത് സമയത്തും വെള്ളം നീന്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് അക്കരെ പോകാനായിട്ട്. 6 മാസം ഉപ്പുവെള്ളമെന്നുണ്ടെങ്കിൽ 6 മാസം നൻപെള്ളമെന്ന് ആദ്യം. ഇപ്പം അതല്ല അവസ്ഥ. തിരിത്തിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് 12 മാസവും ഞങ്ങൾ വെള്ളത്തിലാണ്. 2004 സുനാമിയും 2018 പ്രളയവും ദ്വീപിൽ വൻ നാശനഷ്ടമാണ് വിതച്ചത്. ദ്വീപിന്റെ പകുതി ഭാഗവും കായലിൽ മുങ്ങി. ദ്വീപ് സംരക്ഷിക്കാൻ ചുറ്റും കരിങ്കൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ആ BP തിരുത്തിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം കണ്ട് ശക്തിയായിട്ട് അവിടെ BP തിരുത്തിൽ പുലിമുട്ട് ഗവൺമെൻറ് പണിത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ നാട്ടിലേക്ക് പണിതിട്ടില്ല. അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് ശക്തിയായിട്ട് ഇങ്ങോട്ട് അടിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ തുരുത്ത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിലാണ് സത്താർ ഐലൻഡ്. പ്രശ്നങ്ങൾ ഉന്നയിച്ച് MLAയെ പലതവണ കണ്ടിട്ടും നടപടികളുണ്ടായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് ഒരു പരിമിതികളുണ്ട് ചെയ്യുന്നതിന്. ഇപ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ എല്ലാവരും കൂടെ പഞ്ചായത്തിന് ചെയ്താലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് കൺസെൻറ്റ് വേണ്ടേ. ഭൂമി ഏറ്റെടുത്ത് നമുക്ക് വേണമെങ്കിൽ MLAയോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ MLA പറഞ്ഞാൽ നമുക്കത് ഭൂമി ഏറ്റെടുത്തിട്ട് അത് വേണമെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് കോടതി കെട്ടിവെച്ച് നമുക്കത് ഏറ്റെടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് പറയുന്നതല്ലാണ്ട് യാതൊരു വിധ നടപടിയും ഉണ്ടാകുന്നില്ല. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലൈഫിൻ്റെ അനുവദിച്ചിട്ടുണ്ട്. വീട് പണിയേണ്ട നേരം കഴിഞ്ഞ് പാസ്സായി കിടക്കണം. ആ പാലത്തുമ്മേ കൂടി ഒരാളും വരില്ല വിളിച്ച. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇടിഞ്ഞു പോയി, ചെറിയും പോയി, പറമ്പും പോയി. ഇപ്പം അതേ ഇവിടത്തോളം ആയിട്ടുണ്ട്.
ഇനി ഇത് ഇടിയണത് എപ്പോഴാണ് മറിഞ്ഞ് വീഴണേന്ന് പറയാൻ പറ്റൂല. വീട് അത്രയും കിളിമുറിയൊക്കെ പോകാറായിരിക്കുകയാണ്. കിളിമുറിയുടെ സൈഡൊക്കെ ഇടിഞ്ഞു പോയി. വീടൊക്കെ ആകെ പോയി കിടക്കുകയാണ്. വെള്ളമൊക്കെ കയറും, ഇടിഞ്ഞ് നിൽക്കുകയാണ്. ഇടിഞ്ഞിപ്പോൾ തറയുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീടേറ്റ സമയത്താണെങ്കിൽ വീടിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഒരിക്കുള്ളൂ. പിന്നെ കോളേജിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ലേറ്റാവും എപ്പോഴും ചെല്ലുമ്പോഴത്തേനും. ഇവിടെ ചെളി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പുറത്ത് ചെന്നിട്ട് കാലൊക്കെ കഴുകിയിട്ടൊക്കെയാണ് നിറച്ച് ചെളിയൊക്കെ ആയിരിക്കുള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ ആകെ ഒരു സ്ഥാപനമാണ്, പൊതുസ്ഥാപനം അംഗൻവാടിയാണ്. അതിലോട്ട് കുട്ടികൾക്ക് വരാനും അതിൻ്റേതായ സേവനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളുകൾക്ക് വരാൻ അംഗൻവാടിയിൽ എത്തിച്ചേരാൻ പറ്റണില്ല. അത്രയും ദുരിതപൂർണമായ ഒരവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അംഗൻവാടിയുടെ തൊട്ടപ്പുറം സ്ഥലങ്ങൾ പൊക്കിയത് കൊണ്ട് അംഗൻവാടിയുടെ അകത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുകയാണ്. കുട്ടികൾക്ക് വരാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലെ ഒരു 3 വർഷത്തിൽ കൂടുതൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഉപ്പുള്ളതിൽ കൂടി ഓടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തുരുമ്പ് പിടിക്കുകയും പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കിരൺ ചേരുകയാണ്. കിരൺ, വികസനമില്ലായ്മയാണ് സത്താർ റെയിലിലെ പ്രശ്നം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പരിഹാരം തന്നെയല്ലേ ജനങ്ങൾക്ക് വേണ്ടത്? വർഷങ്ങളായി ദുരിതം പേറി ജീവിക്കുകയാണ് സത്താർ ഐലൻഡിലെ ജനങ്ങൾ. 2004 സുനാമിയും 2018 മഹാപ്രളയവുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞത്. വർഷം മുഴുവനും വെള്ളക്കെട്ട് ആണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നമെങ്കിൽ പിന്നീട് ഉള്ള മാസങ്ങളിൽ ഊരുവെള്ളം കയറുന്ന ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം കയറി വീടുകളെല്ലാം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് എത്താനായിട്ട് ഏക വഴി എന്നുള്ളത് നടപ്പാലമാണ്. ഈ നടപ്പാലത്തിന് തന്നെ 30 വർഷത്തിലധികം പഴക്കമുണ്ട്. പാലം തകർച്ചയുടെ വക്കിലേക്കാണ്. രോഗികളും കുട്ടികളും അടങ്ങുന്ന ദ്വീപിലെ ജനങ്ങൾക്ക് ദ്വീപിന് പുറത്തേക്ക് സ്കൂളുകളിലേക്കോ ആശുപത്രികളിലേക്കോ പോകണമെങ്കിൽ ഈ പാലത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പാലം തകർച്ചയിലായതോടുകൂടി തന്നെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ എത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ ഇവർ MLA അടക്കമുള്ള ആളുകളെ സമീപിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ MLA അടക്കമുള്ള ആളുകൾ, MLA പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ സംഭവത്തിൽ ഇടപെടാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 3 ദിവസം അതിശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകി. 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച മഴ മുന്നറിയിപ്പിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. മധ്യ കേരളത്തിൽ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ടാണ്. തെക്കൻ തമിഴ്നാടിനും മന്നാർ കടലിടുക്കിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴ ശക്തി പ്രാപിക്കാൻ കാരണം. 6, 7 തീയതികളിൽ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കും. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശിയേക്കും. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. വനമേഖലയിലെ പരിശോധനയ്ക്കിടെയാണ് 1-ലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. മാർക്ക് ചെയ്യാത്ത വനമേഖലയിൽ മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത്. സ്പോട്ട് നമ്പർ 10 പരിശോധന കഴിഞ്ഞതും മറ്റൊരിടത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങി. മാർക്ക് ചെയ്ത 11, 12, 13 സ്പോട്ടുകൾ ഒഴിവാക്കിയ സംഘം കൂടുതൽ വനത്തിനുള്ളിലേക്ക് കയറി. ഇവിടെ നടത്തിയ പരിശോധനയിൽ 1-ലധികം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നേരമിരുട്ടുവോളം പരിശോധന തുടർന്നു. നേത്രാവതി നദിക്കരയിൽ നിന്ന് മാറി 100 അടിയോളം പൊക്കമുള്ള സ്ഥലത്ത് നിന്നാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തുമെങ്കിലും ഇപ്പോഴുണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടാതെ വനം, റവന്യൂ, ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിലുണ്ട്. മുൻ ക്ഷേത്ര പരിചാരകൻ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത്.
സ്പോട്ട് നമ്പർ 6 നിന്ന് മുമ്പ് ലഭിച്ച അസ്ഥിക്കൂടം 30-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാവിൻ്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. പരിശോധന വിവരങ്ങൾ പുറത്തുവിടാതെ അതീവ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം പേരെ താൻ കുഴിച്ചുമൂടിയെന്ന മുൻ ക്ഷേത്ര പരിചാരകന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. അമൃത ന്യൂസ്, മംഗലാപുരം. ഓവൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വിജയം. ഇംഗ്ലണ്ടിനെ 6 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 5 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് വീഴ്ത്തി. 374 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6 വിക്കറ്റിന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 367 റൺസിന് പുറത്തായി. മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം. ഓവലിലെ ഇന്ത്യയുടെ ജയത്തോടെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര സമനിലയിൽ കലാശിച്ചു. ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ വർഷം വരാൻ കഴിയില്ല എന്ന് അർജന്റീനൻ ടീം അറിയിച്ചെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീന ടീം മാനേജ്മെന്റ് പണം അയക്കാൻ മെയിൽ അയച്ചപ്പോഴാണ് നമ്മൾ പണം അയച്ചത്. അവർ പറഞ്ഞത് 2 വിൻഡോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. അതിനുശേഷം അവർ ഒക്ടോബറിൽ നിർബന്ധമായി കേരളത്തിലെത്തുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പണം അയച്ചു. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26-ൽ എത്തുന്നുണ്ട്. സ്വാഭാവികം നമുക്കത് കഴിയില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരംഗത്തിന് മത്സരിക്കാനാകൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പത്രിക തള്ളിയത്. ഇതോടെ സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വാക്പോരുണ്ടായി. നീതി ലഭിക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചു. പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ചുരുങ്ങിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരംഗത്തിന് മത്സരിക്കാനാകൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയായിരുന്നു വരണാധികാരിയുടെ നടപടി. സാന്ദ്ര തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നിലവിലെ നിർമ്മാണ കമ്പനിയായ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് നല്ല നിലാവുള്ള രാത്രി, ലിറ്റിൽ ഹാർട്ട്സ് എന്നീ 2 ചിത്രങ്ങൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നായിരുന്നു വരണാധികാരിയുടെ കണ്ടെത്തൽ. എന്നാൽ താൻ മറ്റൊരു കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങൾ തന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നതെന്ന് സാന്ദ്ര വാദിച്ചു. ഇതോടെ സൂക്ഷ്മ പരിശോധനാ വേദിയിൽ വലിയ വാക്കുതർക്കമുണ്ടായി. ഒരു സ്ഥിരം അംഗത്തിന് 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മത്സരത്തിന് യോഗ്യതയുണ്ടെന്നും വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ നേരത്തെ സാന്ദ്ര സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ഈ കേസ് ഇപ്പോഴും തുടരുകയാണ്. സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ്. ജയിലിന് പുറത്തേക്കുള്ള യാത്രയിൽ കൈവിലങ്ങ് നിർബന്ധമാക്കും. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ നടപടി പോലീസുകാരിൽ മാത്രം ഒതുക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. RMP നേതാവ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊടും കുറ്റവാളിയായ കൊടിസുനി. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരെ കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവർ പരസ്യമായി മദ്യപിച്ചത്. പോലീസുകാരുടെ ഒത്താശയോടെ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. സംഭവത്തിൽ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, വിഷ്ണു എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ
നിയമങ്ങൾ ഏർപ്പെടുത്താൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചത്. കൊടിസുനിക്ക് വിലങ്ങ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെ പരോൾ കാലാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇക്കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 60 ദിവസം കൊടിസുനിക്ക് പരോൾ ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കേസെടുക്കുന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ നിയമോപദേശം കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. 2018 മറ്റൊരു കേസിൽ ഉൾപ്പെട്ടതോടെ കൊടിസുനിക്ക് 6 വർഷത്തേക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് സുനിയുടെ അമ്മയുടെ പരാതി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് എത്തിയതോടെയാണ് പരോൾ അനുവദിച്ചു തുടങ്ങിയത്. പരോളിലിറങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. അമൃത ന്യൂസ്, കണ്ണൂർ. തടവ് അനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പി ജയരാജൻ. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കും. അതാണ് പിണറായി സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല. കാരണം ഗവൺമെൻറ് കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി. രാജ്യസഭാ MP സദാനന്ദന്റെ കാല് വെട്ടിയ കേസിലെ പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകി CPM. യാത്രയയപ്പ് പരിപാടിയിൽ KK ശൈലജ MLAയും പങ്കെടുത്തു. കേസിൽ ഉൾപ്പെട്ട CPMകാരായ 8 പ്രതികളാണ് ജയിലിലേക്ക് മടങ്ങിയത്. ഇവരുടെ അപ്പീൽ സുപ്രീം കോടതിയിൽ തള്ളിയിരുന്നു. 1994 ജനുവരി 25-നായിരുന്നു സി സദാനന്ദന്റെ 2 കാലും വെട്ടിമാറ്റിയത്.